ബി.ജെ.പി കൗൺസിലർ സുഗതന്റെ അവധി അപേക്ഷ വോട്ടിനിടാൻ നിർദ്ദേശിച്ച തദ്ദേശ ആഭ്യന്തര അണ്ടർ സെക്രട്ടറിമാർക്കെതിരെ ഉടൻ നടപടി. 2 KAS ഉദ്യോഗസ്ഥർക്കും ഇന്ന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. തദ്ദേശ മന്ത്രിയുടെയും സ്പെഷ്യൽ സെക്രട്ടറിയുടെയും നിർദ്ദേശം മറികടന്ന് സ്വന്തം നിലയിൽ തീരുമാനമെടുത്ത അണ്ടർ സെക്രട്ടറിക്കെതിരെ ഉന്നതതല അന്വേഷണവും പ്രഖ്യാപിച്ചേക്കും. വിവരങ്ങളുമായി അൺഫിൽറ്റ് ചേരുന്നുണ്ട്. അൺഫിൽറ്റ്, ഈ മന്ത്രിക്കു മുകളിൽ ഈ അണ്ടർ സെക്രട്ടറിമാർ എടുത്ത തീരുമാനമാണ് ഇപ്പോൾ അവരെ തന്നെ പൊല്ലാപ്പിലാക്കിയിരിക്കുന്നത്. ഇന്ന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നുണ്ട്. തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും? തീർച്ചയായും ഗോപിക, മന്ത്രിമാർക്ക്, അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ എം ഷാജിക്ക് മുന്നിലാണ് ആദ്യമായി അവധി അപേക്ഷ വരുന്നത്. ഈ അവധി അപേക്ഷ വരുമ്പോൾ തദ്ദേശ വകുപ്പ് വരുന്നു. തദ്ദേശ വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറിയും, അതായത് അണ്ടർ സെക്രട്ടറിക്ക് വരുമ്പോൾ അണ്ടർ സെക്രട്ടറി സ്പെഷ്യൽ സെക്രട്ടറിക്കും അതിനു മുന്നേ സ്പെഷ്യൽ സെക്രട്ടറി മന്ത്രിക്കും നൽകി. എന്നാൽ ഇത് സ്പെഷ്യൽ സെക്രട്ടറി കണ്ടിട്ടും ഈ അപേക്ഷയ്ക്ക്, അതായത് സുഗതന്റെ അവധി അപേക്ഷ 6 മാസത്തേക്ക് അവധിയാണ് സുഗതൻ അപേക്ഷിച്ചത്. ഈ അവധി അപേക്ഷയ്ക്ക് എന്ത് ചെയ്യണമെന്ന് ആദ്യമേ അവധി അപേക്ഷ വരുന്നത് ആഭ്യന്തര വകുപ്പിലാണ്. അപ്പോൾ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഇത് നേരെ തദ്ദേശ വകുപ്പിൽ, കാരണം കോർപ്പറേഷൻ എന്ന് പറയുന്നത് തദ്ദേശ വകുപ്പിന്റെ കീഴിൽ വരുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാനായി തദ്ദേശ വകുപ്പിനാണ് ഇത് അയക്കുന്നത്. ആഭ്യന്തര വകുപ്പ് തദ്ദേശ വകുപ്പിൽ അത് അയക്കുമ്പോൾ സ്പെഷ്യൽ സെക്രട്ടറി പറയുന്നു ഇതിനകത്ത് തീരുമാനമൊന്നും എടുക്കേണ്ടതില്ല എന്ന്. സ്പെഷ്യൽ സെക്രട്ടറി അങ്ങനെ ഒരു നിലപാടെടുക്കുന്നു. മന്ത്രിക്ക് ഇത് അയക്കുമ്പോൾ മന്ത്രിയും അത് തന്നെയാണ്, കെ എം ഷാജിയും അത് തന്നെയാണ്. ഇതിൽ പ്രത്യേകിച്ച് ഒരു നിലപാടോ ഒരു നടപടിയോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനമോ തൽക്കാലം എടുക്കേണ്ടതില്ല, എടുക്കാതെ, അതായത് ഇത് പരിഗണിക്കേ വേണ്ട എന്ന രീതിയിലാണ് മന്ത്രിയായാലും സ്പെഷ്യൽ സെക്രട്ടറി ആയാലും തീരുമാനമെടുത്തത്. എന്നാൽ ഈ 2 നടപടികൾ അല്ലെങ്കിൽ 2 നിലപാടുകൾ മറികടന്ന് ആ വകുപ്പിൽ തന്നെ അണ്ടർ സെക്രട്ടറിയാണ് ചിത്ര അപ്പിയാരുണ്ട്, KAS ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ ആദ്യ ബാച്ചിലെ KAS ഉദ്യോഗസ്ഥയാണ്, സംസ്ഥാനത്തിന്റെ കേരളത്തിന്റെ ആദ്യ KAS ബാച്ചിലെ ഉദ്യോഗസ്ഥ കൂടിയാണ് അണ്ടർ സെക്രട്ടറി. എന്നാൽ ഈ 2 മന്ത്രിയുടെയും സ്പെഷ്യൽ സെക്രട്ടറിയുടെയും ഉത്തരവ്, ഉന്നത ഉദ്യോഗസ്ഥനാണ് സ്പെഷ്യൽ സെക്രട്ടറി, IAS ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിന്റെ ഉത്തരവും അദ്ദേഹത്തിന്റെ തീരുമാനവും മറികടന്ന് അണ്ടർ സെക്രട്ടറി സ്വന്തം നിലയിലാണ് 6 മാസത്തേക്കുള്ള അവധി അപേക്ഷയ്ക്കുള്ള ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ ഇത് വോട്ടിനിട്ട് കൗൺസിൽ പാസ്സാകുകയാണെങ്കിൽ 6 മാസം വരെ സംരക്ഷണം ലഭിക്കുമെന്ന് എഴുതി ചേർത്താണ് ഇത് സർക്കുലറായി നൽകിയിരിക്കുന്നത്. ഈ സർക്കുലർ അങ്ങനെ ഒരു മറുപടി നൽകുകയും അത് നേരെ ആഭ്യന്തര വകുപ്പിന് അയക്കുകയും ചെയ്തു. ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറിയും ഇതേപോലൊരു KAS ഉദ്യോഗസ്ഥയാണ്, അതും ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ്, നമിതയും ഇതേ രീതിയിൽ തദ്ദേശ വകുപ്പിൽ അണ്ടർ സെക്രട്ടറി അയച്ച അതേ രീതിയിലുള്ള മറുപടി യാതൊന്നും ചെയ്യാതെ അത് അനുവദിച്ചുകൊണ്ട് കോർപ്പറേഷൻ അയക്കുകയായിരുന്നു. അപ്പോൾ കോർപ്പറേഷന്റെ മുന്നിലെത്തുമ്പോൾ അത് ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവായി മാറുകയും ആ ഉത്തരവ് സർക്കുലർ ഉയർത്തിക്കാട്ടിയായിരുന്നു കൗൺസിൽ യോഗത്തിൽ സുഗതനെ വോട്ടിനിടുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ ഭൂരിപക്ഷ വോട്ടുകൾ ലഭിക്കുകയും അവധി അംഗീകാരം നൽകുകയും ചെയ്തു. അപ്പോൾ ഇത് വലിയ രീതിയിൽ വാർത്തയായി ചർച്ചയായപ്പോഴാണ് ഈ 2 വകുപ്പിലെ മന്ത്രിമാരും ഇത് കണ്ട് അവർ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്തൊരു കാര്യമാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് തദ്ദേശ വകുപ്പിലെ മന്ത്രി ഇതിൽ ഇടപെടാൻ പാടില്ല, ഇതിൽ അനുമതി നൽകാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞു, ഒരു വാക്കാൽ നിർദ്ദേശമാണ് നൽകിയത്. എന്നിട്ട് പോലും അത് മറികടന്നുകൊണ്ട് അണ്ടർ സെക്രട്ടറി എന്തുകൊണ്ട് സ്വന്തം നിലയിൽ ഇങ്ങനെ തീരുമാനമെടുത്തു. അതുകൊണ്ടാണ് അതിൽ ഉന്നതതല അന്വേഷണം. അപ്പോൾ ഇതിൽ ആദ്യ പ്രതിയാകുന്നത് തദ്ദേശ വകുപ്പ് അണ്ടർ സെക്രട്ടറി ആയിരിക്കുന്ന ചിത്ര പി അരുണിമ തന്നെയാണ്. അപ്പോൾ അതിനെതിരെ ഒരു ഉന്നത അന്വേഷണമായിരിക്കും നടക്കുക. 2 സെക്രട്ടറിമാർക്കും തദ്ദേശ വകുപ്പിലെയും ആഭ്യന്തര വകുപ്പിലെയും അണ്ടർ സെക്രട്ടറി 2പേരും KAS ഉദ്യോഗസ്ഥരാണ്. 2 പേർക്കിടെ ഉന്നതതല അന്വേഷണം നടക്കും. എന്തായാലും മന്ത്രിമാർ 2 പേരും, കെ എം ഷാജി ആയാലും ആഭ്യന്തര രമേശ് ചെന്നിത്തലയായാലും കടുത്ത അതിർത്തിയിലും കടുത്ത രോഷത്തിലും തന്നെയാണ്. ഉടനടി ഇതിനകത്ത് തീരുമാനം നൽകണം. അപ്പോൾ ആദ്യ പടിയായി 2 ഉദ്യോഗസ്ഥർക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം, സ്വന്തം നിലയിൽ ഒരു തീരുമാനം എടുക്കാനുള്ള സാഹചര്യം. അപ്പോൾ കൂടുതൽ പ്രതിയാകുന്നതും കൂടുതൽ പ്രതിക്കൂട്ടിലാകുന്നതും തദ്ദേശ വകുപ്പിലെ സെക്രട്ടറി ആയിരിക്കുന്ന KAS ഉദ്യോഗസ്ഥ ചിത്ര പി അരുണിമ തന്നെയാണ്. അതിനുശേഷം, കാരണം അവർക്ക് നൽകിയ അതേ നിർദ്ദേശം ഉത്തരവ് ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറി അതുപോലെ പാലിക്കുകയാണ് ചെയ്തത്. പക്ഷേ അപ്പോഴും ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറി മുകളിലേക്ക് മന്ത്രിക്കോ ഒക്കെ തന്നെ ഇത് സംബന്ധിച്ചൊരു അറിയിപ്പ് പോലും നൽകിയിരുന്നില്ല എന്നതും എടുത്തു പറയേണ്ടത് ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ്. അപ്പോൾ ഇതിൽ എടുത്തു പറയുന്നത്, പ്രതിപക്ഷം പറയുന്നത് ഈ 2 വകുപ്പിലും സെക്രട്ടറിമാർ ഇങ്ങനെ ഒരു കാര്യം നടത്തിയിട്ട് പോലും എന്താണ് യഥാർത്ഥത്തിൽ മന്ത്രിമാർ പോലും അറിഞ്ഞിട്ടില്ല. അപ്പോൾ മന്ത്രിമാർ സ്വന്തം വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ എന്നൊരു വിഷയം ഉയർത്തിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം ഉയരുന്നത്, ഇവർ ഇതൊന്നും അറിയുന്നില്ല എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തിയപ്പോൾ എന്തുകൊണ്ട് കൃത്യമായൊരു നടപടി വൈകുന്നു, അല്ലെങ്കിൽ കൃത്യമായൊരു നടപടി എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നൊരു ചോദ്യം ഉയരുന്നു. അതേസമയം രാഷ്ട്രീയമായി ഇത് BJP കോൺഗ്രസ് ഡീൽ എന്ന ആരോപണമാണ് പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കുന്നത്.